നമസ്കാരം. അപ്പം ഞാനും ഏട്ടനും മക്കളും കൂടെ ഇന്ന് വിജയദശമി അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. ഒരമ്പലത്തിൽ പോയി അടുത്ത അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിന്നത്തെ അമ്പലം വിശേഷങ്ങളൊക്കെ കാണാം. ഞങ്ങൾ ഉത്തരാഖണ്ഡ് ശ്രീനഗർ എന്ന സ്ഥലത്തെ മഹാദേവൻ്റെ അമ്പലത്തിലാണ് പോകുന്നത്. അങ്ങനെ വിജയദശമി ദിവസമായി ഇന്ന് ഞാനും ചേട്ടനും മക്കളും കൂടെ ഞങ്ങൾ കമലേശ്വർ മഹാദേവൻ അമ്പലത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇത് ശിവൻ്റെ ഒരുപാട് പഴക്കം ചെന്ന അമ്പലമാണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആണ് ഇവിടെ. ഇവിടെ ഒരു പൂജയൊക്കെ നടക്കാറുണ്ട് കേട്ടോ. വൈകുണ്ഠ ചതുർദശി എന്നാണ് കേട്ടോ ആ പൂജ സമയത്തിന് പറയുന്നത് കേട്ടോ. അതെന്ന് വെച്ചാൽ മക്കളില്ലാത്തവർ രാത്രി മൊത്തം ഒരു കയ്യിൽ നെയ്വിളക്ക് പിടിച്ച് നിൽക്കും. രാത്രി ഫുള്ള് രാവിലെ വരെ നിൽക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പൂജയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. വിദേശികൾ വരെ ഇവിടെ വന്ന് പൂജ എടുക്കാറുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് താമസിച്ചാണ് വന്നത്. വിജയദശമി ആയതുകൊണ്ട് നമ്മുടെ ദേവിയുടെ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. അവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ താമസിച്ച് വന്നതുകൊണ്ട് തന്നെ ആൾ കുറവായിരുന്നു. ദേവിയുടെ അമ്പലത്തിൽ എല്ലാവരും പോകുന്നത്. പിന്നെ ഞങ്ങൾ ചേച്ചി മഹാദേവനെ കാണാൻ വരാമെന്ന്. അപ്പോൾ ഈ സ്റ്റാച്യു കണ്ടിട്ട് എന്ത് തോന്നുന്നു എല്ലാവർക്കും? നമ്മുടെ എന്താ പറയുക, ആഴിമലയിലെ സെയിം സ്റ്റാച്യു തന്നെയാണ് കേട്ടോ. ഇതിപ്പോഴാണ് പണിഞ്ഞത്, നേരത്തെ ഇല്ലായിരുന്നു ഇവിടെ. അതിപ്പോഴാണ് ഇവിടെ അവിടെ പണിഞ്ഞു വെച്ചത്. അപ്പം ഞങ്ങൾ തൊഴുതു. അപ്പം മഹാദേവനും നന്ദികേശനും ഒക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പം ഇവിടെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഈ അമ്പലം. ഒരുപാട് പഴക്കം ചെന്നതാണ്. ഇവിടുത്തെ കൂടുതലും മുക്കാലും അമ്പലം നമ്മുടെ ശങ്കരാചാര്യനാണ്, കാലടിയിലുള്ള നമ്മുടെ ശങ്കരാചാര്യനാണ് പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഈ ഉത്തരാഖണ്ഡിലെ എല്ലാ അമ്പലങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് കേട്ടോ. നമ്മുടെ കമലേശ്വർ മഹാദേവ ടെമ്പിൾ എന്ന് പറയും. പപ്പൂസും ചേട്ടനൊക്കെ തൊഴുത്. നല്ല വെയിലാണ് കേട്ടോ. അപ്പം ഇവിടെ തണുപ്പൊക്കെ ആവാറായി വരുന്നുണ്ട്. എന്നാലും ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും നല്ല വെയിലാണ് കേട്ടോ. ഒരു 10, 10, 11 മണിയാകുമ്പോഴത്തേനും. അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി. അതായത് കണ്ടോ, ഇതാണ് ഫ്രണ്ട് വശം കേട്ടോ. ഇത് പണി നടക്കുന്നതേ ഉള്ളൂ. കുറച്ചുകൂടെ ഇത് റെഡിയാക്കാനുണ്ട്. നമ്മുടെ എന്താ പറയുക, ട്രിവാൻഡ്രത്തുള്ള ആഴിമേലുള്ള സെയിം മഹാദേവൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഭഗവാനെയൊക്കെ തൊഴുതു. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത അമ്പലത്തിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടോട്ട് പോവാണ് ഇനി അടുത്ത അമ്പലത്തിലോട്ട്. അറിയത്തില്ലേ പോകുന്ന ആ രീതിയിൽ പോയാൽ ഇന്ന് വരാൻ പറ്റൂല. ഇവിടെ മേപ്പോട്ട് കയറാൻ പറ്റത്തില്ലായിരുന്നു. ഓക്കെ, പിന്നെന്തോ വേണം. എന്നാ പിന്നെ നമുക്ക് കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ട് പോകാമായിരുന്നല്ലേ. കുറേ വണ്ടി ഉണ്ടോ നോക്കിയിട്ടാണ് ഇതിരിക്കുന്നേ. അങ്ങനെ ഞങ്ങൾ കീർത്തനഗർ ബ്ലോക്കിലോട്ട് പോകുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മുടെ കിൽക്കിലേശ്വർ ടെമ്പിൾ എന്ന് പറയുന്നത്. മഹാദേവന്റെ ക്ഷേത്രമാണ്. അപ്പോൾ വന്നപ്പോൾ നമ്മൾ അയച്ചിരുന്ന കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ട് പോകുന്നത്. ഇവിടത്തേക്ക് നല്ല സൂപ്പറാണ് കേട്ടോ കരിമ്പിൻ ജ്യൂസ്. അപ്പോൾ ഇത് അങ്ങോട്ട് പോകുന്ന പാലമാണ് കേട്ടോ. ഇത് അത് പഴയ പാലമാണ് ഇവിടുത്തെ. ഇത് പുതിയ പാലം. ഞാൻ നിൽക്കുന്നത് പുതിയ പാലമാണ്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സ്ഥലമാണ്. നമ്മുടെ 2014 എന്തുകൊണ്ടൊരു എന്താ പറയുക, കേദാർനാഥ് അപകടം ഉണ്ടായില്ലായിരുന്നു. ആ സമയത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടായ സ്ഥലമായിരുന്നു ഇത് കേട്ടോ. ഇതെല്ലാം ഇവിടെയൊക്കെ ഒരുപാട് വെള്ളം കയറും, നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കരിമ്പിൻ ജ്യൂസൊക്കെ റെഡിയായി. കരിമ്പിൻ ജ്യൂസ് അങ്ങനെ ഞങ്ങൾ കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോൾ ഞങ്ങളിനി അടുത്ത കിൽക്കിലേശ്വർ ടെമ്പിളിലോട്ട് പോവുകയാണ് കേട്ടോ. ഭയങ്കര പാലമാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ആ നേരെ കാണുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഉത്തരാഖണ്ഡിൻ്റെ ഭംഗി എല്ലാവരും ഒന്ന് ആസ്വദിച്ചോളൂ. അപ്പോൾ ഇവിടെ ഒരുപാട് വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, റെയിൽവേ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അല്ലാതുകൊണ്ട് കുറേ എന്താ പറയുക, ഇപ്പോൾ ഫെസിലിറ്റീസൊക്കെ കൂടി വരുന്നുണ്ട് ഇവിടെ. ഞാൻ വന്ന സമയത്തൊക്കെ അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അത് കൂടി വരുവാണ് കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ കീർത്തിനഗറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കീർത്തിനഗർ ബ്ലോക്ക് എന്ന് പറയാതെ എന്ന് വെച്ചാൽ കീർത്തിനഗർ അല്ല, കീർത്തിനഗർ സൈഡിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. കീർത്തിനഗർ പറയുന്നത് ആ മെയിൻ സ്ഥലം. അപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് എളുപ്പമാണ് കീർത്തിനഗറിലോട്ട് പോകാൻ. പക്ഷേ ഇത് നമ്മൾ ചുറ്റിയാണ് വരുന്നത്. എന്ന് വെച്ചാൽ ശ്രീനഗറിൽ കൂടെ വന്നിട്ട് ഞങ്ങൾ ചുറ്റിയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഫുള്ള് കാടാണ് ഇവിടെ. ഇതൊക്കെ പുലിയൊക്കെ ഉള്ളിടമാണ്. അപ്പം ഞങ്ങളങ്ങനെ അമ്പലത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇവിടുത്തെ ആടുകളാണ് കേട്ടോ. ഭയങ്കര വലിയ ആടാണ്. ചെവിയൊക്കെ ഭയങ്കര ചെവിയൊക്കെയാണ്. ഇവിടുത്തെ ആടിനെ നല്ല ഭംഗിയാണ് കാണാൻ.
പക്ഷെ കുളിപ്പിക്കത്തൊന്നുമില്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ നമ്മൾ കുളിപ്പിക്കുകയൊക്കെ ചെയ്യത്തില്ലേ, ഇവിടെ അങ്ങനൊന്നും ഇല്ല. പിന്നെ ഇതൊക്കെ കണ്ട, ഇതൊക്കെ ശ്രീനഗർ ഏരിയ ആണേ. നമ്മൾ ആ വന്ന വഴി തന്നെയാണ്, മെയിൻ റോഡിൽ കൂടെ വന്ന വഴി തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് ഇങ്ങനെ പോകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഏട്ടൻ വരുന്ന, ഏട്ടൻ്റെ സൈറ്റിൻ്റെ സൈഡാണ് ഇതെല്ലാം. സൈറ്റിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ കാണുന്ന കോൺവെൻറ്റ് സ്കൂളാണേ, സഞ്ജു എന്ന് പറയും. നമ്മുടെ മദർമാരുടെയൊക്കെയാണ്, സിസ്റ്റർ ഉണ്ടല്ലോ, സിസ്റ്റർമാരൊക്കെ പഠിപ്പിക്കുന്ന നമ്മുടെ മലയാളികളുടെ തന്നെ സ്കൂളാണത്. കോൺവെൻറ്റ് സ്കൂൾ വേറെ ഉണ്ട് ശ്രീനഗറിൽ തന്നെ. ഇത് വേറെ സഞ്ജു എന്ന് പറഞ്ഞ വേറെ സ്കൂളാണ്. അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ സൈഡിലെത്തി. ഇതാണ് നമ്മുടെ ശ്രീനഗർ ഡാം. ലോക്ക് ചെയ്തോ വണ്ടി? അയ്യോ അങ്ങ് പോവാടേ. അയ്യോ കലക്കവെള്ളം പോകും. ഡാം തുറന്ന് ഇട്ടേക്കുവാണ്. തുറന്ന് ഇട്ടേക്കാണ്. സൗണ്ട്, അതിന്റെ സൗണ്ട് കേൾക്കാം, കറണ്ടിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. ആ വലിയ പാലം കണ്ട, അതാണ് കേട്ടോ ബസ്സൊക്കെ ഓടുന്നത്. ഞാൻ ആ ശ്രീനഗർ പാലത്തിൽ പോകുന്ന പറയത്തില്ല, അതാണ് കേട്ടോ ഏട്ടൻ്റെ സൈറ്റ് അവിടെ ആണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ നടന്ന് താഴെ ചെല്ലണം കേട്ടോ, നമ്മുടെ കിൽക്കുലേശ്വർ ടെമ്പിളിൽ പോകാനേ. അങ്ങനെ ഞങ്ങൾ നടന്ന് താഴെ വന്നു, കിൽക്കുലേശ്വർ ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. അപ്പം അന്നേരം ആളൊന്നും ഇല്ല കേട്ടോ, അമ്പലമൊക്കെ അടയ്ക്കാറായി. മഹാദേവന്റെ, മറ്റേ കമലേശ്വർ മഹാദേവന്റെ ടെമ്പിളിൽ പോന്നിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് കുറേ താമസിച്ചു കുറച്ച്. അപ്പോൾ വന്നപ്പം എന്താ പറയുക, ഭഗവാനെ അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം അടയ്ക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കണ്ട് തൊഴാൻ പറ്റി കേട്ടോ. അപ്പം അമ്മൂന് നമ്മുടെ നന്ദി ഭഗവാന്റെ ചെവിയിൽ പറയണമെന്ന് പറഞ്ഞു. അപ്പം അവിടെ കുഞ്ഞു നന്ദി ഭഗവാൻ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങളുടെ പുറകിൽ നടക്കുമായിരുന്നു ആളെ. അപ്പോൾ കുറച്ച് നേരം അമ്മയൊക്കെ അതിനെ കളിപ്പിച്ചു. അപ്പോൾ അതാ ഇത് എന്ന് വെച്ച് ഇവിടെ എല്ലാം വെള്ളം കയറുന്നതാണ് കേട്ടോ. അപ്പോൾ പുള്ളി ഇതാ വന്ന് ഞങ്ങളുടെ അടുത്തൊക്കെ വന്നു, പിന്നെ താഴോട്ടങ്ങ് പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം നിന്ന് തൊഴുതു. അമ്പലം അടയ്ക്കാറ് നല്ല വെയിലായിരുന്നു, നല്ല ചൂട്, നല്ല ഭയങ്കര വെയിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം തൊഴുതു, ഭഗവാന്റെ അടുത്ത് വന്ന് തൊഴാൻ പറ്റി. ഞങ്ങൾ 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഇനി തിരിച്ചു പോവാണേ. നമ്മുടെ ബേർ എന്ന് പറയുന്ന സംഭവം ഇതുണ്ട്, ഇതായി വരുന്നതേ ഉള്ളൂ ഇവിടുന്ന് കേട്ടോ. പേരെന്താണെന്നറിയാം, നമ്മുടെ കറുത്തച്ചാറ് റെഡിയാക്കത്തില്ല, കറുത്തച്ചാറ് ഉണ്ടാക്കുന്ന കായാണിത്. ഇത് ഇച്ചിരി വലുതാവും, നല്ലപോലെ വലുതായിട്ട് ഒരുപാടുണ്ട് ഇവിടെ, ആയി വരുന്നതേ ഉള്ളേ. ഇതാണ് ബേർ, അതായത് നമ്മുടെ കറുത്തച്ചാറിൻ്റെ സംഭവം. സാധനം വരത്തില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. നമ്മുടെ ഇല്ല കൈതമുള്ളിൻ്റെ ഒക്കെ കൂടെ താമര ഡിസൈൻ കൊള്ളാം. അങ്ങനെ ഞങ്ങൾ നടന്നിഞ്ഞ് മുകളിലെത്തി, വണ്ടിയുടെ അടുത്തെത്തി. ഡാമിന് ഇഞ്ഞ സൈഡിലായിട്ടാണ്. ഏട്ടൻ ആ വണ്ടിയൊക്കെ തിരിച്ചുകൊണ്ട് വന്നു. ഭയങ്കര ചൂട്, ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പോവാണ് ഇനി അങ്ങോട്ട്. പാലം അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ സൈറ്റിൻ്റെ അവിടെ നിന്നാണ് പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി സൈറ്റിൻ്റെ സൈഡിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പൊക്കൊണ്ട് ഇത് ഡാമിന് മോൾ വശമാണ് കേട്ടോ. അപ്പോൾ ഡാമിൻ്റെ മോൾ വശത്തോടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതാണ് ഡാമിൻ്റെ മോൾ വശം. അപ്പോൾ അതുവഴി ചെന്നിട്ടാണ് ചേട്ടൻ്റെയൊക്കെ സൈറ്റിൻ്റെ ആ ഭാഗത്തോട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ സഞ്ചരിച്ച് ഡാമിൻ്റെ ഏരിയയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഏട്ടൻ്റെ സൈറ്റ് എത്തിയിട്ട്, ഇതാണ് ഏട്ടൻ്റെ സൈറ്റ്. ഏട്ടനാണ് ഈ ഫുള്ള് വെളിയിലുള്ള ഭാഗങ്ങൾ മൊത്തം ഏട്ടൻ്റെ അണ്ടറിലാണ് കേട്ടോ. ഏട്ടനാണ് ഇതെല്ലാം വർക്ക് ചെയ്യിപ്പിക്കുന്നത്, ഇവിടുത്തെ ഇൻചാർജാണ് ഏട്ടനെ. അപ്പോൾ ഇതാണ് റെയിൽവേയുടെ സൈറ്റ്. അപ്പോൾ ഇതെല്ലാം ഇനി റെഡിയാക്കാൻ കിടക്കുന്നുണ്ട്, ഒരുപാട് പണികൾ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഏട്ടാ നമുക്ക് എന്തായാലും ഇവിടെ വന്നതിൻ്റെ അന്ന് വിജയദശമി ആയിട്ട് അന്ന് ഒക്ടോബർ 2 ഉണ്ടായിരുന്നു, അന്ന് ജോലിയില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്യുന്ന പ്ലാന്റാണ് അവരുടെ കമ്പനിയുടെ തന്നെ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഓരോരോ പണികളൊക്കെ ചെയ്യുന്നുണ്ട്, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ. എന്നാലും അവധിയായിരുന്നു കേട്ടോ, ടണലിലൊന്നും പണിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞേട്ടാ ടണലിലോട്ട് പോകാം, എന്തായാലും ആരും ഇല്ലല്ലോ, പണിയൊന്നും നടക്കുന്നില്ല. പണി നടക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ടണലൊക്കെ ഓപ്പണാണ്, ആ 2 വശം ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് അതിനകത്ത് വർക്ക് നടക്കുമ്പോൾ നമുക്ക് ആ ഏരിയയിലോട്ട് പോകാൻ പറ്റൂല. ഇതൊന്ന് പശുക്കളുടെ തൊഴുത്തോ? ഒരു ടണൽ അവിടെ, ഒരു ടണൽ ഇവിടെ, മെയിൻ ടണൽ.
ഞങ്ങൾ റെയിൽവേ ടണലിൻ്റെ അടുത്തിരിക്കണ. ഈശ്വര, ഇവിടുന്ന് അങ്ങോട്ട് പോയാ മലയത്തച്ചല്ല. മറ്റേ അതൊക്കെ എടുത്ത് മാറ്റി. എക്കോ അടിക്കുന്ന എന്താ? എക്കോ നടക്കുന്നുണ്ട്. ചെളി അഴുക്കൊക്കെ കണ്ടോ അവിടുത്തെ? ഭയങ്കര വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. ഇതെന്ന് വെച്ചാൽ ട്രെയിൻ പോകുന്നത് തന്നെയാണ്. ഇത് ട്രെയിൻ പോകുന്ന ടണലാണ്. ഭയങ്കര വലുതാട്ടോ. എത്ര കിലോമീറ്റർ എവിടുന്ന്? എത്ര കിലോമീറ്റർ എവിടുന്ന്? അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിന് തൊട്ടിപ്പുറത്ത് തന്നെ വേറൊരു ടണലുണ്ട്. അതെന്ന് വെച്ചാൽ എസ്കേപ്പ് ടണൽ എന്ന് പറയാം കേട്ടോ. എസ്കേപ്പ് ടണൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ ടണലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും ട്രെയിൻ അപകടം എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇതുവഴി ആംബുലൻസ് പോകാനും വണ്ടികളൊക്കെ പോകാനൂടാണ്. ഇതിനിടയ്ക്കൂടെ മറ്റേ ടണലിലോട്ട് പോകാനുള്ള ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും വെള്ളമൊക്കെ കെട്ടി കിടക്കുന്നത് എന്ന് വെച്ചാൽ ഇത് ഫുൾ ഓപ്പൺ ആണ്. അങ്ങ് വരെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് തുറന്നത് ആ ടണലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ വലിയ ടണൽ ഓപ്പൺ ആയത്. അപ്പോൾ അതൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾ ഉള്ളിലോട്ടൊന്നും കയറിയില്ല. അവിടെ പൈപ്പൊക്കെ ഉണ്ട്, അങ്ങനെ പോകാൻ പറ്റത്തില്ല. മറ്റേത് പിന്നെ ഇച്ചിരി ശകലം ഒന്നകത്തോട്ട് കയറിയതേ ഉള്ളൂ. ഡേഞ്ചറാണ് ഭയങ്കര. അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിനി തിരിച്ച് പാലെടുക്കുന്നുണ്ട്. ഏട്ടൻ്റെയൊക്കെ ഓഫീസിൻ്റെ സൈഡിലോട്ട് പോവാണ്. മേസൊക്കെ ഉള്ളിടത്തോട്ട് പാലവിടാണ്. അപ്പോൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇതൊക്കെ ടണലിൽ ഉപയോഗിക്കുന്ന മെഷീൻസാണ്. ഇത് ഫുള്ള് ടണൽ വർക്ക് ചെയ്യുന്നതിൻ്റെ മെഷീൻസും മണ്ണെടുക്കുന്നത് അങ്ങനെ പല മെഷീൻസാണ് ഫുള്ള്. ഇത് ക്രഷർ യൂണിറ്റ്, കോൺക്രീറ്റ് മിക്സിംഗ് പ്ലാന്റ്, അങ്ങനെ ഈ സംഭവമൊക്കെയാണ് ഇവിടെ. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഇതൊക്കെയാണ് കേട്ടോ. അപ്പം ഇതെന്ന് ഏടനൊക്കെ കിട്ടുന്ന ആദ്യത്തെ റെയിൽവേയുടെ വർക്കാണ് കേട്ടോ ഇത്. ടണലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള, അല്ലാതെ ബിൽഡിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ ഇത്രയും നാളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം പക്ഷേ ടണലൊക്കെ ഈ പ്രാവശ്യമാണ്. ഇപ്പം 6 വർഷമായി ഇവിടെ ഉത്തരാഖണ്ഡിലെ ശ്രീനഗർ എന്ന് പറയുന്ന സ്ഥലത്താണിത്. 2-3 പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലെ ഒന്ന് ഈ ശ്രീനഗർ എന്ന് പറയുന്നത് ഈ റാണിഘട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇതൊക്കെ വർക്കർമാരുടെ ക്യാമ്പൊക്കെയാണ് കേട്ടോ ഇത്. ഇവിടെ മെഷീൻസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ വന്നു. ഏട്ടൻ മെസ്സിൽ പോയി പാലെടുക്കാൻ. അപ്പോൾ അവിടെ എല്ലാം കുതിരകളും കഴുതകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നവരാണ് കേട്ടോ, മണ്ണൊക്കെ കൊണ്ടുപോകൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ തെക്കുറൊക്കെ ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനകത്തായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അവരെ കുറച്ച് നേരം കണ്ടിരുന്നു. അപ്പം ചേട്ടൻ പാലെടുക്കാൻ പോയേക്കുമായിരുന്നു. അപ്പോൾ പാല് കിട്ടിയില്ല, വൈകിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് വിജയദശമിയായിട്ട് ചേട്ടന് അവധി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് മക്കളെയും കൊണ്ടൊന്ന് ചെറുതായിട്ട് അമ്പലത്തിലൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഞാനും മക്കളും ഏട്ടനും കൂടെ ഞങ്ങൾ മാർക്കറ്റിൽ പോയായിരുന്നു കേട്ടോ. അമ്മൂന് അപ്പം അവിടെ രാവണൻ്റെ ഇത് ദഹിപ്പിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസം പോകുന്നത്. അമ്മൂന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞങ്ങൾ പോയി. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നേ. അപ്പോൾ രാവണനും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു അവിടെ. അവരെ കത്തിക്കുന്ന സമയമായില്ലായിരുന്നു. അപ്പോൾ അവിടെ അമ്പും വില്ല്, പിന്നെ ഗദ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി അമ്പും വില്ലും ഒക്കെ ഇച്ചിരി ഈർക്കിൽ അങ്ങനെയുള്ള സംഭവം വെച്ചൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് അമ്മൂന് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഞങ്ങൾ മേടിച്ച് കൊടുത്തില്ല. ഞങ്ങളതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ ഇത് ശ്രീനഗർ മാർക്കറ്റിൽ തന്നെയാണ് രാംലീല മൈതാനം എന്ന് പറയുന്നത് കേട്ടോ. രാംലീല നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദസറയായിരുന്നു. നമ്മുടെ നാട്ടിൽ വിജയദശമി എന്ന് പറയുമ്പോൾ ഇവിടെ ദസറ എന്നാണ് പറയുന്നത്. അന്നാണ് രാവണനെ ദഹിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.